ഹലോ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതിയ ചെറിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ ഞാൻ നിങ്ങളൊരു സംഭവം കാണിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ വാ കാണിച്ചു തരാം. ഇതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞ സംഭവം. വായ്മുളന്ന് നോക്കുന്നില്ല എന്താ വിട്ടിട്ട്. ഈ 3 പേരെയാണ് നമുക്ക് ഇന്ന് കിട്ടിയിട്ടുള്ളത്. കൊമ്പൊടിഞ്ഞപ്പോൾ കൂടോടെ താഴേക്ക് വീണതാണ്. അപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ലാതെ 3 പേരെയും കിട്ടിയിട്ടുണ്ട്. പറക്കാനുള്ള സമയമായിട്ടില്ല. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന പഴയ കുറച്ച് പേപ്പറുകൾ എടുത്തിട്ടുണ്ട്. ഇതിനകത്താണ് ഇന്ന് നമ്മൾ കാക്കക്കുഞ്ഞുങ്ങളെ വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അക്രിലിക് കളർ എടുത്തിട്ടുണ്ട്. അത് ഉപയോഗിച്ച് ഈ പേപ്പറിലാണ് നമ്മളിന്ന് കാക്കക്കുഞ്ഞുങ്ങളുടെ ചിത്രം വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കളർ മിക്സ് ചെയ്യാൻ വേണ്ടി ഒന്നും കൊണ്ടുവരാത്തതുകൊണ്ട് തന്നെ കണ്ണിൽ കണ്ട ഒരു പഴുത്ത ഇല ഇതേപോലെ പറിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് പോയിൻ്റ് ബ്രഷ് എടുത്തിട്ട് ബ്ലാക്ക് കളർ എടുത്തിട്ട് ഇതേപോലെ നമ്മൾ ആ പേപ്പറിൽ വരച്ച് തുടങ്ങുകയാണ്. ആദ്യം തന്നെ ആ കാണുന്നതൊക്കെ ഞാൻ ഇതേപോലെ ബ്ലാക്ക് കളർ ഉപയോഗിച്ചിട്ട് വരച്ചെടുക്കുകയാണ്. നമ്മൾ ആ 3 പേരെയും വീട്ടിലുണ്ടായിരുന്ന ഒരു കൂട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. വെളിയിൽ വെച്ചാൽ ശരിയാവില്ല, പൂച്ചക്കുട്ടന്മാർ റെഡിയാക്കും. അതുകൊണ്ട് കൂട്ടിലോട്ട് മാറ്റിയതാണ്. നമ്മൾ ചെയ്യുന്നതൊക്കെ മുകളിൽ നിന്ന് കാക്കകൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതായത് തള്ളക്കാക്കയും കൂട്ടരും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏത് നിമിഷം വേണമെങ്കിലും നമ്മളെ അറ്റാക്ക് ചെയ്യാന്നുള്ള രീതിക്കാണുള്ളത്. അതുകൊണ്ട് നമ്മൾ നോക്കിയും കണ്ടൊക്കെയാണ് നിൽക്കുന്നത്. പക്ഷേ ഇതുവരെ അവർ ഉപദ്രവമൊന്നും ഉണ്ടായില്ല. ആകാശത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കുകയും മരത്തിൻ്റെ കൊമ്പിലൊക്കെ ഇരുന്നുകൊണ്ട് നമ്മളെ നോക്കുകയും ചെയ്യുന്നതല്ലാതെ വേറെ കുഴപ്പമൊന്നും അവരിതുവരെ ഉണ്ടാക്കിയില്ല. എന്തായാലും നമ്മൾ വരച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കൊരു സ്ഥലത്തുനിന്ന് അതായത് വശങ്ങളൊക്കെ നശിച്ചൊരു പേപ്പർ കിട്ടി. അപ്പോൾ ആ എന്തോ ഒരു പ്രത്യേകത ഉള്ളതുകൊണ്ട് എനിക്ക് തോന്നിയതുകൊണ്ട് ഇത് മാത്രം എടുത്തു വെച്ച പേപ്പറാണ്. അപ്പോൾ അതിലാണ് നമ്മൾ ഈ 3 സുന്ദരക്കുട്ടപ്പന്മാരെ വരയ്ക്കുന്നത്. അപ്പോൾ ഇതേപോലെ ബ്ലാക്ക് കളർ നേർപ്പിച്ചെടുത്തിട്ട് വെള്ളത്തിൽ നേർപ്പിച്ചെടുത്തിട്ട് ഇതേപോലെ ദേഹത്തൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളിത് വരയ്ക്കുന്നത് ഒട്ടും റിയലിസ്റ്റിക് അല്ലാതെ പെട്ടെന്നുള്ളൊരു വരയാണ്. അപ്പോൾ 3 കാക്കക്കുഞ്ഞുങ്ങളുടെയും ദേഹത്ത് ഞാൻ ഇതേപോലെ അടിച്ചു കൊടുത്ത ശേഷം ഇതേപോലെ റെഡ് കളർ എടുക്കുകയാണ്. എന്തിനാന്ന് വെച്ചാൽ ആ ചുള്ളിക്കമ്പൊക്കെ ഇല്ലേ അവരെ കൂട്, അതിന് ബ്ലാക്കും റെഡും കൂടെ മിക്സ് ചെയ്ത് ഒരു ബ്രൗൺ ഷെയ്ഡ് കൊണ്ടുവന്നിട്ട് അതാണ് ഞാൻ അടിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഇച്ചിരി ബ്ലാക്ക് കട്ടിക്ക് തന്നെ എടുത്തിട്ട് ചുണ്ടിന് അടിച്ചു കൊടുക്കുകയാണ്. ദേഹത്തിൻ്റെ അതേ കളറല്ല ചുണ്ടിന് വരുമ്പോൾ കുറച്ച് ഡാർക്കായിട്ടാണ് കാണുന്നത്. അതിനുശേഷം ഇതേപോലെ ചുറ്റും ബോർഡർ ഇതേപോലെ വരച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് കുറച്ച് നീല കളർ എടുത്തിട്ട് അതിൻ്റെ കണ്ണിന് അടിച്ചു കൊടുക്കുകയാണ്. നീല കണ്ണാണ് അതിന്. അപ്പോൾ 3 പേരെയും സുരക്ഷിതമായിട്ട് ഇതേപോലെ ഒരു കൂട്ടിലാക്കിയിട്ട് ബദാം മരത്തിൽ ഇതേപോലെ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ പുറം ഭാഗം ഇങ്ങനെ തുറന്ന് വെച്ചിരിക്കുകയാണ്. എന്തിനാണെന്ന് വെച്ചാൽ പറന്നു പോകാൻ വേണ്ടിയിട്ടാണ്. അതുമല്ല തള്ളയ്ക്ക് വന്ന് തീറ്റ കൊടുക്കാനുള്ള സൗകര്യമൊക്കെ ആക്കുന്ന രീതിക്കാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. തീരെ കനം കുറഞ്ഞൊരു പേപ്പറിലാണ് ഞാൻ വരച്ചിരിക്കുന്നത്. അതായത് നൈസായിട്ടുള്ളൊരു പേപ്പറിലാണ് വരച്ചിരിക്കുന്നത്. പെട്ടെന്ന് തട്ടിക്കൂട്ടിയതാണ്. നിങ്ങൾക്ക് തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നുണ്ടാവും, ചുറ്റും കാക്കള കരച്ചിലാണ്. അപ്പോൾ നമ്മളെ കാക്കക്കുഞ്ഞുങ്ങളുടെ ചിത്രം ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. ഇന്നത്തെ പരിപാടി ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ.